അപ്പോൾ അതാ നമ്മുടെ ഈന്ത് മരത്തിൽ നിന്നും ആദ്യം 2 ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ കാർഡ്ബോർഡിൽ നിന്നും ഇതേപോലെ ഒരു ഫ്രെയിം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഈന്ത് ലീഫ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഈന്ത് ലീഫ് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കറക്റ്റ് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈന്ത് ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ ലീഫൊന്ന് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫ്രെയിമിന് മുകളിൽ നമുക്ക് ഈ കാർഡ്ബോർഡിന് മുകളിൽ ഇതേപോലെ ഫെവിക്കോളാണ് നമ്മൾ എടുക്കുന്നത്. ഫെവിക്കോൾ SH ആണ്. അത് നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഭാഗത്തും നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗമ്മ് അതായത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ലീഫ് അതിന് മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസുകൾ ഇതേപോലെ ഫ്രെയിമിൻ്റെ അതേ വീതി വരുന്ന പീസുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലീഫിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഗം അപ്ലൈ ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഭാഗം അതായത് മുഴുവനും നമുക്ക് ഇതേപോലെ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ആ കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ അത് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാർഡ്ബോർഡ് അതായത് നമ്മൾ ഒട്ടിച്ച ഫ്രെയിമിന് മുകളിൽ ഇതേപോലെ ഒരു കനം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പലക വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പലകയുടെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു വെയിറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉണങ്ങി വരണം. അപ്പോൾ നമ്മുടെ ഗമ്മൊക്കെ ഉണങ്ങിയിട്ട് നമ്മുടെ ഫ്രെയിം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിമിന് പുറംഭാഗത്തേക്ക് വരുന്ന ലീഫുകൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഫ്രെയിമിന് പുറംഭാഗത്തേക്ക് വരുന്ന ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ അത് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ മാസ്കിൻ ടേപ്പാണ്. മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഫ്രെയിം നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രെയിമിന് മുകളിൽ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ അത് പൊതിഞ്ഞെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ന്യൂസ് പേപ്പറിൻ്റെ പീസുകളാണ്. ആ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ കുറച്ച് പേപ്പർ റോളുകൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ കുറച്ച് പേപ്പർ റോളുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ റോളുകൾ നമുക്ക് ഈ ഫ്രെയിമിന് മുകളിൽ അതായത് ഫ്രെയിമിൻ്റെ നടുഭാഗത്ത് കൂടെ 2 എണ്ണം വീതം നമുക്ക് ഓരോ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ 4 ഭാഗത്തും നമുക്ക് ഇതേപോലെ പേപ്പർ റോളുകൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രെയിമിന് മുകളിൽ 4 ഭാഗത്തായിട്ട് നമ്മൾ പേപ്പർ റോളുകൾ നടുഭാഗത്ത് കൂടെ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം പേപ്പർ റോളുകൾ പുറംഭാഗത്തേക്ക് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലീഫിന് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങി റെഡിയായി വരട്ടെ. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ചണച്ചാക്കിൻ്റെ പീസാണ്. അത് നമ്മൾ ഒന്ന് ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുകളിൽ. അപ്പോൾ നമ്മൾ എടുത്ത ചണച്ചാക്കിന് മുകളിൽ പാതി ഭാഗം ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അത് മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലും നമ്മൾ ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളത് ഉണക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ചണച്ചാക്കിന് മുകളിൽ നിന്നും കുറച്ച് ലീഫുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ലീഫുകളാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് പീസ് ചണച്ചാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ 8 ലീഫുകൾ വെച്ചുകൊണ്ട് ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ ഫ്രെയിം, അതായത് ലീഫിന് നമ്മൾ ഫ്രെയിം കൊടുത്തെടുത്ത അത് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ലീഫിന് നമ്മളൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഗോൾഡൻ കളറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗോൾഡൻ കളർ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിന് നമ്മൾ ബ്ലാക്ക് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലീഫിന് ഗോൾഡൻ കളറും ഫ്രെയിമിന് നമ്മൾ ബ്ലാക്ക് കളറും ചെയ്തെടുത്തു. അതിനുശേഷം ഫ്രെയിമിന് മുകളിൽ നമ്മൾ കൊടുത്ത ആ പേപ്പർ റോളുകൾക്ക് മുകളിൽ നമ്മൾ നമ്മുടെ ഈ ഗോൾഡൻ കളറൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതേപോലെ കുറച്ച് ലീഫുകൾ നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് ലീഫിൽ നിന്ന് ഇതേപോലെ കുറച്ച് അതിൻ്റെ ഇതളുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഇതേപോലെ പച്ച കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലീഫുകളൊന്നും നമ്മൾ ഇതേപോലെ കളർ ചെയ്തെടുത്ത് ഇത് ഉണങ്ങിയാലും യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറുകൾ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നടുഭാഗത്ത് നമ്മൾ മുത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഒരു തണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പേപ്പർ റോളാണ് നമ്മളത് വെച്ച് കൊടുത്തത്. അപ്പോൾ 3 ഫ്ലവർ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ വെച്ചിട്ടൊന്ന് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈന്തോല വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്ത ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.